ഹലോ എല്ലാവർക്കും ന്യൂ ക്ലിക്ക് മീഡിയയുടെ ഇൻഫോർമേറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2020 നവംബർ മാസത്തിലെ റേഷൻ വിഹിതത്തെക്കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. എല്ലാ റേഷൻ കാർഡ് ഉടമകളുടെയും റേഷൻ വിഹിതം നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഓൺ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ ആദ്യം പറയുന്നത് മഞ്ഞ കാർഡുള്ള, അതായത് AAY കാർഡുള്ളവരുടെ റേഷൻ വിഹിതത്തെക്കുറിച്ചിട്ടാണ്. മഞ്ഞ കാർഡുള്ളവർക്ക് ഒരു കാർഡിന് 30 കിലോ അരിയും 5 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. അതുപോലെ തന്നെ 1 കിലോ പഞ്ചസാര അതിന് കിലോക്ക് 21 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ PMGKAY പദ്ധതി പ്രകാരം കാർഡിന് 1 കിലോ പയർ അല്ലെങ്കിൽ കടല സൗജന്യമായിട്ട് ലഭിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ മാസം അതായത് ഒക്ടോബർ മാസം ഈ ഒരു കടലയോ പയറോ ലഭിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അതുകൂടെ കൂട്ടിയിട്ട് ഈ ഒരു മാസം വാങ്ങാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു PMGKAY പദ്ധതി പ്രകാരം കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട്. അത് ഈ ഒരു നവംബർ 11-ാം തീയതി മുതലായിരിക്കും ലഭിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ മഞ്ഞ കാർഡുള്ള ആളുകൾക്ക് ലഭിക്കുക. അതുപോലെ തന്നെ കിറ്റ്, സൗജന്യ കിറ്റ് ഇതിന് പുറമേ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമ്മൾ നോക്കുന്നത് പിങ്ക് കാർഡുള്ളവരുടെ റേഷൻ വിഹിതമാണ്. പിങ്ക് അതായത് PHH കാർഡ്. PHH കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും 1 കിലോക്ക് 2 രൂപ എന്നുള്ള നിരക്കിലായിരിക്കും ലഭിക്കുക. അതുപോലെ തന്നെ നമ്മൾ മുന്നേ AAY കാർഡിന് പറഞ്ഞതുപോലെ തന്നെ ഇവർക്കും കേന്ദ്ര സർക്കാരിൻ്റെ PMGKAY പദ്ധതി പ്രകാരം കാർഡിന് 1 കിലോ പയർ അല്ലെങ്കിൽ കടല സൗജന്യമായിട്ട് ലഭിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ മാസം ലഭിക്കാത്തവർ ഈ മാസം അതുകൂടെ കൂട്ടി വാങ്ങാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഒരു കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട്. അതും ഈ ഒരു നവംബർ 11-ാം തീയതിക്ക് ശേഷമായിരിക്കും. അതായത് 11-ാം തീയതി മുതൽ തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മഞ്ഞ പിങ്ക് കാർഡുള്ളവരുടെ റേഷൻ വിഹിതം നോക്കി. ഇനിയുള്ളത് നീല കാർഡുള്ളവരുടെ റേഷൻ വിഹിതമാണ്. NPS കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം അതിനൊരു കിലോക്ക് 4 രൂപ നിരക്കിലായിരിക്കും ലഭിക്കുക. അതുപോലെ തന്നെ ലഭ്യത അനുസരിച്ച് കാർഡിന് 1 കിലോ മുതൽ 2 കിലോ വരെ ആട്ട കിലോക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. അത് നമുക്ക് മുന്നത്തെ മാസങ്ങളിലൊക്കെ 1 കിലോ മുതൽ 3 കിലോ വരെ ലഭിച്ചിരുന്നു. പക്ഷെ അത് ചുരുക്കിയിട്ടുണ്ട്. 1 കിലോ മുതൽ 2 കിലോ വരെയാണ് ആട്ട ഇപ്പോൾ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇനി വെള്ള കാർഡുള്ളവരുടെ റേഷൻ വിഹിതം നോക്കാം. NPNS കാർഡിന് 2 കിലോ അരി കിലോക്ക് 10 രൂപ 90 പൈസ എന്നുള്ള നിരക്കിലായിരിക്കും ലഭിക്കുക. അവരുടെ അരി വീണ്ടും ചുരുക്കിയിരിക്കുകയാണ്. വെള്ളക്കാർഡുള്ളവരുടേത് വെറും 2 കിലോ മാത്രമായിരിക്കും അവർക്ക് ലഭിക്കുക. അതുപോലെ തന്നെ ലഭ്യത അനുസരിച്ചിട്ട് കാർഡിന് 1 കിലോ മുതൽ 2 കിലോ വരെ ആട്ട ഒരു കിലോക്ക് 17 രൂപ എന്നുള്ള നിരക്കിലായിരിക്കും ലഭിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓരോ റേഷൻ കാർഡുള്ള ആളുകൾക്കും ലഭിക്കുന്ന റേഷൻ വിഹിതം എന്ന് പറയുന്നത്. ഇതിന് പുറമേ ആയിട്ട് എല്ലാ വിഭാഗത്തിലുള്ള വൈദ്യുതീകരിക്കപ്പെട്ട വീട്, അതായത് കറണ്ടുള്ള വീട്ടിലെ ആളുകൾക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണയും കറണ്ട് ഇല്ലാത്ത വീടുകളിലെ ആളുകൾക്ക് 4 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ്. അതിനൊരു ലിറ്ററിന് 29 രൂപ എന്നുള്ള നിരക്കിലായിരിക്കും ലഭിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഒക്ടോബർ മാസത്തിലെ കിറ്റ് വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു നവംബർ മാസത്തിലെ കിറ്റ് വിതരണം ഈ ഒരു 15-ാം തീയതിക്ക് ശേഷമായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകൾ കിട്ടിയാൽ നമ്മൾ ഉടൻ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്.